പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇറാൻ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദ് വേദിയാകും എന്നാണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സമാധാന നീക്കങ്ങൾ പാകിസ്ഥാന്റെ നേതൃത്വത്തിലാണിപ്പോൾ നടക്കുന്നത്. ഇറാന്റെ ഭരണത്തലപ്പത്തേക്ക് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫിനെ എത്തിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നതായും സൂചനയുണ്ട്. എണ്ണവില കുറയ്ക്കാനുള്ള US തന്ത്രമെന്നാണ് ഇറാന്റെ പ്രതികരണം. ഫെബ്രുവരി 23-ന് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന നിർണായക ചർച്ചയുടെ വിവരങ്ങളും പുറത്തുവന്നു. മധു കൊട്ടാരക്കരയുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സമാധാന നീക്കമെന്ന് കരുതാനുള്ള സാഹചര്യമുണ്ടോ മധു? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്, പ്രവിത. ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായകമായ നേരിട്ടുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വേദിയായേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ ആഴ്ച തന്നെ ഈ ചർച്ചകൾ നടന്നേക്കുമെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെയും അതുപോലെ ചില അന്താരാഷ്ട്ര റിസോഴ്സും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ആണ് ഈ വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈജിപ്തും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും നേരിട്ടുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ മുൻകൈ എടുക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇദ്ദേഹം ഈ ഇസ്രായേൽ അമേരിക്ക സംയുക്ത യുദ്ധത്തിന് എതിരെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിലപാടെടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹവും അതുപോലെ തന്നെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണർ ഇവരായിരുന്നു പശ്ചിമേഷ്യയിലെ മിക്ക ചർച്ചകൾക്കും നേതൃത്വം നൽകിയത്. ഇവർ പാകിസ്ഥാനിലെത്തി ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഞായറാഴ്ച ഇത് സംബന്ധിച്ചുള്ള ഒരു ഫോൺ സംഭാഷണം നടന്നതായിട്ടും പറയപ്പെടുന്നു. ഇതിന് പിന്നാലെ തിങ്കളാഴ്ച പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും അതുപോലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിലുള്ള ചർച്ചകളും നടന്നു. അതുകൊണ്ട് ഇതിനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ US ഭരണകൂടം ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖാലിബാഹിനെ ഒരു പ്രധാന നേതാവായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇദ്ദേഹം മുൻ IRGC കമാൻഡർ ആയിരുന്നു, അതുപോലെ തെഹ്റാനിലെ മുൻ മേയറായിരുന്നു. അത് മാത്രമല്ല സൈന്യത്തിനുള്ളിലും നിലവിലെ ഭരണകൂടത്തിലും ഒക്കെ വലിയ സ്വാധീനമുണ്ട്. ഡൊണാൾഡ് ട്രംപും ഈ ഖാലിബാഹിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇന്നലത്തെ വൈകി വന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്, ഞാൻ സംസാരിക്കുന്നത് ഇറാനിലെ ഏറ്റവും ആദരണീയനായ നേതാവിനോട് ആണ്, അത് ഒരുപക്ഷെ ഖാലിബാഹിനെ ഉദ്ദേശിച്ചാകാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് ഒരു വിലയിരുത്തൽ. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെ ഖാലിബാഹുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്ക് ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒരു വശത്ത് വരുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകളെല്ലാം എക്സിലൂടെ അദ്ദേഹം നിഷേധിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുമായി ഒരു ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല, അമേരിക്കയും ഇസ്രയേലും ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്, അത് അവിടെ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ വിപണികളെ സ്വാധീനിക്കാനുമാണ് ഇത്തരം വാർത്തകളൊക്കെ അമേരിക്ക പ്രചരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ആക്രമണം നടത്തിയവർ ശിക്ഷിക്കപ്പെടണമെന്നും ഇറാനിയൻ ജനത അതാണ് ആഗ്രഹിക്കുന്നതെന്നും അതുകൂടാതെ മൊജ്തബ ഖമേനി എന്ന പരമോന്നത നേതാവിനോട് ഒപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് അദ്ദേഹം ഈ എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ അമേരിക്ക ഇറാൻ പ്രതിനിധികളുമായിട്ട് നടന്നായി പറയുന്ന ചർച്ചകളെ കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ തുടക്കം മുതൽ ഈ ചർച്ചകളെ പറ്റി അറിയാമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാകൂ എന്ന് സ്റ്റാമർ തന്റെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ വൈകി നെതന്യാഹുവിന്റെ ഒരു വീഡിയോ പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്നതിന് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, നിലവിലെ സൈനിക മുൻതൂക്കം അത് പ്രയോജനപ്പെടുത്താനാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നതായിട്ടാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ചർച്ചകളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാന്റെ ഈ മിസൈൽ ആണവ പദ്ധതികൾക്ക് മേലെയുള്ള ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്, പ്രവിത. ശ്രീ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് വന്നത്. എന്തായാലും അമേരിക്ക ഇറാൻ ചർച്ച ഉടൻ തന്നെ ഇസ്ലാമാബാദിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇറാൻ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നിഷേധിക്കുകയാണ്. എന്തായാലും ചർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണല്ലേ ഡോക്ടർ ഉന്മേഷ്? മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.